ചെറുപ്പക്കാർ അവരുടെ മാസങ്ങളായിട്ടുള്ള ഉറക്കൊഴിക്കലിൻ്റെയും വിയർപ്പൊഴിക്കലിൻ്റെയും ചൂടും തണുപ്പും സഹിച്ചുകൊണ്ടുള്ള അക്ഷീണ യത്നത്തിൻ്റെയും എല്ലാം ഭാഗമായാണ് ഈ വിശുദ്ധമായ സംരംഭം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഞാൻ വളരെ പ്രധാനമായ സമൂഹം കാതോർത്ത് കേൾക്കേണ്ട ഒരു വിഷയമാണ് ഏൽപ്പിക്കപ്പെട്ടത് എന്നതുകൊണ്ട് ആമുഖമായി മറ്റു കാര്യങ്ങളൊന്നും പരത്തി അനാവശ്യമായി സമയം ചെലവഴിക്കാതെ ഞാൻ ഏൽപ്പിക്കപ്പെട്ട ഈ മഹാസൂര്യ തേജസ്സിന്റെ മുമ്പിൽ മനസ്സൊന്ന് തുറക്കാൻ, അവിടത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് സമയമൊന്ന് ധന്യമാവാൻ, അവിടുത്തെ ഓർമ്മ കൊണ്ട് ഹൃദയമൊന്ന് ആത്മീയമായി സജീവമാകാൻ, അവിടുത്തെ ഫൈലാനീയത്തും അവിടുത്തെ ബറക്കത്തും അവിടുത്തെ മദതും കൊണ്ട് നമ്മുടെ രണ്ട് ലോക ജീവിതവും ക്ഷേമാശ്വര്യ സ്നേഹമോക്ഷത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഔദാര്യം കൊണ്ട് എത്തിക്കാൻ ഒരുമിച്ച് കൂടിയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയാതെ മഹാനായ ശംസുൽ ഉലമയുടെ വ്യക്തിത്വ പ്രഭാവത്തിൻ്റെ ആ പ്രകാശത്തിലേക്ക് ബഹുമാനപ്പെട്ട സദസ്സിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ട് വിഭാഗം ആളുകൾ ഉണ്ട്. ഒന്ന്, ജീവച്ഛവങ്ങൾ എന്നാണ് അവരെക്കുറിച്ച് ഖുർആനിക ഭാഷയിൽ പറയാൻ കഴിയുക. ജീവിച്ച് ഇരുകാലുകളിൽ നടക്കുമ്പോൾ തന്നെ അള്ളാഹു മരിച്ചവർ എന്ന് വിശേഷിപ്പിച്ചവർ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, ഫൈന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചോരെ തങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന്. അതിൻ്റെ യഥാർത്ഥ വിവക്ഷ, ഹൃദയം മുരടിച്ച ആളുകളെ, തഖ്വയില്ലാതെ ഇലാഹിയായ ബോധമില്ലാതെ ഹൃദയം മരിച്ചു പോയ ആളുകളെ നല്ല കാര്യം പറഞ്ഞ് അനുസരിപ്പിക്കാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ ദുനിയാവിൽ ജീവിക്കുന്നവരാണ്, പക്ഷെ അള്ളാഹു അവരെ കുറിച്ച് മരിച്ചവർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിഭാഗം ഈ ലോകത്തുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. സത്യത്തിൽ അവരെ നാം മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ നാം കഫൻ ചെയ്തിട്ടുണ്ട്, അവരെ നാം മറമാടിയിട്ടുണ്ട്. നമ്മുടെ നോട്ടത്തിൽ അവർ മരിച്ചിട്ടുണ്ട്, പക്ഷെ അവരെ മരിച്ചു എന്ന് പറയാൻ അള്ളാഹു അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ രണാങ്കണത്തിൽ രണകേസരികളായി പടവരുതി രക്തസാക്ഷിത്വം വരിച്ച മഹാന്മാരായ രക്തസാക്ഷികളില്ലേ, അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, മരിച്ചു എന്ന് ലേഖനം എഴുതാൻ പാടില്ല എന്ന് മാത്രമല്ല, മരിച്ചു എന്ന് പ്രഭാഷണത്തിൽ പറയാൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവര് മരിച്ചു എന്ന് ധരിക്കുന്നത് പോലും ഭീമമായ അബദ്ധമാണ്. സത്യത്തിൽ വഫാത്തായിട്ടുണ്ട്, ഭൗതികമായി മറഞ്ഞിട്ടുണ്ട്, പക്ഷെ മരിച്ചു എന്ന് പറയാൻ അല്ലാഹു അനുവദിക്കുന്നില്ല. ഒരു വിഭാഗം ജീവച്ഛവങ്ങൾ, ജീവിച്ചാലും മരിച്ചവര്. മറ്റൊരു വിഭാഗം മരിച്ചു പോയാൽ തന്നെ മരിച്ചു എന്ന് ധരിക്കരുത് എന്ന് അല്ലാഹു പ്രത്യേകമായി ഉണർത്തിയ ഒരു വിഭാഗം. ഇത് സത്യത്തിൽ ശുഹദാക്കളെ കുറിച്ചാണെങ്കിലും പരലോകത്തെ ശുഹദാക്കളെക്കാൾ മഹാന്മാരാണ് അല്ലാഹുവിന്റെ ഇൽമ കിട്ടി അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്ത് ഈമാനോടുകൂടി മരിച്ചുപോയ മഹാന്മാരായ അലിമീങ്ങൾ എന്ന് പരിശുദ്ധമായ പ്രമാണം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ഒരു ഷഹീദ് അദ്ദേഹം കാണുന്ന ആയുധം എടുത്തുകൊണ്ട് കാണുന്ന ശത്രുവുമായിട്ടാ പടപൊരുതുന്നത്, അല്ലെ? അദ്ദേഹം കാണുന്ന ആയുധമാണ് വാള്. ആ കണ്ണുകൊണ്ട് കാണുന്ന വാളെടുത്തുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ശത്രു വിഭാഗത്തിനെതിരെ പടപൊരുതുന്നവനാണ്. എന്നാൽ ആലിമോ, അദ്ദേഹത്തിന്റെ ആയുധോ കണ്ണുകൊണ്ട് കാണുന്നതല്ല,
അത് ഇൽമും ഈമാനുമാണ്. അതുപയോഗപ്പെടുത്തി അദ്ദേഹം യുദ്ധം ചെയ്യുന്നതോ മുന്നിൽ കാണുന്ന ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂതങ്ങൾക്കെതിരെയല്ല, ശത്രു വിഭാഗത്തിനെതിരെയല്ല. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായ എന്നാൽ കാണാത്ത ദുശക്തിയായ പിശാചിനെതിരെയാണ്. അതുകൊണ്ട് കാണുന്ന ശത്രുവിനെതിരെ പടവാളോങ്ങി രക്തസാക്ഷിത്വം വരിച്ച ഷഹീദിനോട് പോലും മരിച്ചു എന്ന് ധരിക്കുന്നത് അബദ്ധമാണെന്ന് പറയുമ്പോൾ കാണാത്ത ശത്രുവിനോട് കാണാത്ത ആയുധം മേന്തി പടപൊരുതി അതാ മരിച്ചുപോയ മഹാന്മാർ, വഫാത്തായ മഹാന്മാർ, അവർക്ക് സത്യത്തിൽ മരണമില്ല. സത്യത്തിൽ അവർക്ക് മരണമില്ല. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ശംസുലമയെ ഓർത്തുകൊണ്ട് പിരിയുകയാണ് നമ്മൾ. അങ്ങനെ മരിച്ചാലും അഭൗതികമായി ഒളിഞ്ഞു നിന്നുകൊണ്ട് ഈ സമൂഹത്തെ എല്ലാ രംഗങ്ങളിലും വീക്ഷിക്കുകയും അതാത് സമയങ്ങളിൽ വേണ്ട സഹായം നൽകുകയും ചെയ്യുന്ന വളരെ വലിയ മഹാന്മാരിൽ എന്നെന്നും ഓർക്കുന്നതും എപ്പോഴും കൗതുകം തീരാത്തതും ഓർമ്മയുടെ ഓളങ്ങളിൽ മരിക്കാതെ പൂത്തുല്ലസിക്കുന്നതുമായ മഹാനായ സൂര്യ തേജസ്സാണ് വലിയുല്ലാഹി ശംസുൽ ഉലമാ നവ്വറല്ലാഹു തആല മർഖദ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യന്റെ മഹത്വം അളക്കാൻ നമ്മൾ അളവുകോലായി പരിഗണിക്കപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ പാരമ്പര്യം. രണ്ട്, ശൈശവ സമയം, ജീവിത രീതി, തെരഞ്ഞെടുത്ത പാത. അതിലേറെ പ്രധാനം ജീവിതത്തിന്റെ പരിസമാപ്തി, ജീവിതത്തിന്റെ അവസാന സമയം. ഒരു മനുഷ്യന്റെ മഹത്വം അളക്കാൻ നാം പരിഗണിക്കുന്ന ഘടകങ്ങളാണിത്. ഈ ഏത് വീക്ഷണകോലെടുത്ത് പരിശോധിച്ചാലും, ഏത് ഘടകമെടുത്ത് പരിശോധിച്ചാലും, പരിശോധിക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യനെ അത്ഭുതത്തിന്റെ ഉച്ചിയിലെത്തിക്കുന്ന വിസ്മയകരമായ ചരിത്രത്തിന്റെ ഉടമയാണ് മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു തആല മർഖദ. ഏതെടുത്ത് പരിശോധിച്ചു, കുടുംബ പാരമ്പര്യം യമനികളാണ്. യമൻ മുസ്തഫ നബി നെഞ്ചിലേറ്റിയ പ്രവിശ്യയാണ്, അല്ലേ? അൽ ഈമാനു യമാൻ വൽ ഹിക്മതു യമാനിയാ. വിശ്വാസം യമാനാണ്, വിശ്വാസം യമനിൽ നിന്നാണ്. തത്വജ്ഞാനോ യമനിൽ നിന്നാണ്. നിങ്ങൾക്ക് യമൻ നിവാസികൾ വന്നിരിക്കുന്നു, അതുകൊണ്ട് അവരെ ബഹുമാനിക്കുക. ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫിഖ്ഹു യമാനിൻ. മറ്റൊരു റിപ്പോർട്ട്, അൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. ഫിഖ് എന്ന് പറയുന്നത് അത് യമനിൽ നിന്നുള്ളതാണ്. തത്വശാസ്ത്രം എന്ന് പറയുന്നത് അത് യമൻ പ്രദേശത്താണ്. അൻസാരികളിൽ പലരും യമനികളാണ്. യമൻ മുസ്തഫ നബിയുടെ പ്രത്യേകമായ പ്രാർത്ഥനയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളീയരായ നമ്മെ അപേക്ഷിച്ചെടുത്തോളോ കേരള ചരിത്രത്തെ സുഹൃതമാക്കാ, ഭാസ്കരമാക്കാ. കേരള ചരിത്രത്തെ ലോക ഹിസ്റ്ററിയിൽ എന്നെന്നും സ്ഥാനം പിടിപ്പിക്കാൻ മുസ്തഫ നബിയുടെ സമ്മതത്തോടെ യമനിൽ നിന്ന് അങ്കുലി പരിമിതമല്ലാത്ത മഹാന്മാരുടെ പാദങ്ങളേറ്റ് പുളകിതമായ പവിത്രമായ മണ്ണാണ് പരിശുദ്ധമായ മലയാള മണ്ണ്. അങ്ങനെ യമനിൽ നിന്ന് വിശുദ്ധമായ ദീനീ പ്രബോധനത്തിന് വേണ്ടി മലയാള മണ്ണില് അതാ 17-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലെത്തിയ ഒരു മഹാനാണ് വലിയുല്ലാഹി ശൈഖുനാ ശംസുൽ ഉലമയുടെ പിതാമഹാനായ മുഹമ്മദ് കോയ മുസ്ലിയാർ. കോഴിക്കോടാണ് എത്തിയത്. നിങ്ങൾ ഇന്ന് ശംസുൽ ഉലമയെ കുറിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടി മറ്റുള്ള ഫലിതങ്ങളും
പത്രക്കട്ടിങ്ങളും ആനുകാലിക വിഷയങ്ങളും ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല, സമയം ആവശ്യമില്ലാതെ അവകളിലേക്ക് ബന്ധപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ശംസുലമയെ കേട്ടുകൊണ്ട് പുണ്യം കരസ്ഥമാക്കും, എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറണം, എൻ്റെ പ്രയാസങ്ങളൊക്കെ തീരണം എന്ന നിയ്യത്തിൽ എല്ലാവരും കുറച്ച് സമയം ഇരിക്കണം. അള്ളാഹു